പോൾ ബ്രണ്ടന്റെ രമണ മഹർഷിയോടൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അധ്യായത്തിന്റെ വിവരണമാണിത്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോകൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ആ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ രമണ മഹർഷിയുമായി കൂടുതൽ അടുത്തു സംസാരിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ അതിൽ ഞാൻ വിജയിച്ചില്ല. അതിന് 3 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ആദ്യ കാരണം മഹർഷിയുടെ സ്വഭാവം തന്നെ. അദ്ദേഹം വളരെ ശാന്തനും മൗന സ്വഭാവമുള്ളവനുമായിരുന്നു. വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും അദ്ദേഹം താൽപ്പര്യമില്ലായിരുന്നു. ആരെയും തന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്നോ ശിഷ്യരെ കൂട്ടണമെന്നോ അദ്ദേഹത്തിന് ആഗ്രഹമില്ലെന്ന് വ്യക്തമായിരുന്നു. രണ്ടാമത്തെ കാരണം അല്പം വ്യത്യസ്തമാണ്. ഒരു ദിവസം ഞാൻ കണ്ട ആ ആഴമുള്ള സ്വപ്നത്തിനു ശേഷം മഹർഷിയുടെ മുന്നിലെത്തുമ്പോൾ ഒരു ഭക്തിപൂർണ്ണ ഭയം പോലെ ഒരനുഭവം എനിക്കുണ്ടായി. അദ്ദേഹത്തോട് സാധാരണ മനുഷ്യനെപ്പോലെ സംസാരിക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഒരുവിധം അനാദരവാണെന്ന് തോന്നി. മൂന്നാമത്തെ കാരണം വളരെ ലളിതമാണ്. അവിടെയുള്ള ഹാളിൽ പലപ്പോഴും മറ്റുള്ളവരുണ്ടായിരുന്നു. എന്റെ വ്യക്തിപരമായ ചിന്തകളും സംശയങ്ങളും അവരുടെ മുന്നിൽ പറയാൻ എനിക്ക് മടിയുണ്ടായിരുന്നു. ഞാനൊരു വിദേശിയായിരുന്നു. അവരുടെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടാത്ത എന്റെ സംശയങ്ങൾ അവരെ വേദനിപ്പിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ മൗനം പാലിച്ചു. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മഹർഷിയോട് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയാതിരുന്നത്. പലതവണ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായെങ്കിലും അവസാന നിമിഷം ഞാൻ മിണ്ടാതെയായി. ആദ്യം ഞാൻ ഒരാഴ്ച മാത്രമാണ് അവിടെ കഴിയാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീടത് 2 ആഴ്ചയായി നീട്ടി. ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത് ഒരുതരം അതിശയകരമായ സമാധാനമാണ്. മഹർഷിയുടെ സാന്നിധ്യം തന്നെ മനസ്സിനെ ശാന്തമാക്കുന്നതായിരുന്നു. എന്നാൽ ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തതായി തോന്നിയില്ല. എന്റെ അനുഭവം അദ്ഭുതകരമായ സമാധാനവും ഒരുപോലെയൊരകലവും. മഹർഷിയെ നോക്കുമ്പോൾ അദ്ദേഹം സാധാരണ മനുഷ്യനല്ലെന്നൊരു തോന്നലുണ്ടായിരുന്നു. അദ്ദേഹം പ്രകൃതിയോട് ചേർന്ന ഒരാളായി തോന്നി. അരുണാചൽ പർവ്വതം പോലെ തന്നെ ശാന്തനും അചഞ്ചലനും. അദ്ദേഹം ആ മലയിൽ വർഷങ്ങളോളം ജീവിച്ചതായി ഞാൻ അറിഞ്ഞു. ആ മലയുടെ സ്വഭാവം തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കെത്തിയതുപോലെ തോന്നി. എനിക്ക് പലപ്പോഴും തോന്നിയൊരു ചിന്ത: ഈ മനുഷ്യൻ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കടന്നുപോയിരിക്കുന്നു. ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല. ഇതെന്റെ മനസ്സിൽ ഉറച്ചൊരു ധാരണയായി മാറി. അതിനാൽ അവസാനമായി ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു. മഹർഷിയുടെ ഒരു പഴയ ശിഷ്യനോട് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. എനിക്ക് ഗുരുവിനോടൊന്ന് സംസാരിക്കണം. അദ്ദേഹം ചിരിച്ചു. പിന്നെ മഹർഷിയുടെ അടുത്തുപോയി തിരിച്ചുവന്നു. ഗുരു നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ് എന്നായിരുന്നു മറുപടി. ഞാനുടൻ ഹാളിലേക്ക് പോയി മഹർഷിയുടെ അടുത്തിരുന്നു. അദ്ദേഹം എന്നെ നോക്കി ഒരു സ്നേഹപൂർണമായ പുഞ്ചിരി നൽകി. അപ്പോഴേക്കും എന്റെ ഭയം മാറി. ഞാൻ ചോദിച്ചു, സത്യം കണ്ടെത്താൻ ലോകം വിട്ട് കാടുകളിലേക്കോ മലകളിലേക്കോ പോകണം എന്ന് യോഗികൾ പറയുന്നു. അതെല്ലായിടത്തും സാധ്യമല്ല. നിങ്ങൾക്കതിൽ സമ്മതമുണ്ടോ? മഹർഷി ശാന്തമായി മറുപടി പറഞ്ഞു, ലോകജീവിതം ഉപേക്ഷിക്കേണ്ടതില്ല. പ്രതിദിനം കുറച്ചു സമയം ധ്യാനം ചെയ്യുക. ശരിയായ രീതിയിൽ ധ്യാനം ചെയ്താൽ ആ മനോഭാവം നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും തുടരും. ഞാൻ ചോദിച്ചു, അതിന്റെ ഫലമെന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. മനുഷ്യരെ, സംഭവങ്ങളെ, ജീവിതത്തെ നിങ്ങൾ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങും. ഞാൻ വീണ്ടും ചോദിച്ചു, അതായത് ലോകം ഉപേക്ഷിക്കേണ്ടതില്ലേ? മഹർഷി മന്ദഹാസത്തോടെ പറഞ്ഞു, വിടേണ്ടത് ലോകമല്ല, സ്വാർത്ഥതയാണ്. ഞാൻ എന്ന തെറ്റായ ധാരണ വിട്ടുകളയുന്നതാണ് യഥാർത്ഥ സന്യാസം. ഞാൻ അവസാനമായി ചോദിച്ചു, ലോകജീവിതത്തിൽ കഴിയുമ്പോൾ സ്വാർത്ഥത വിട്ടുകളയുന്നത് എങ്ങനെ സാധിക്കും? മഹർഷി ശാന്തമായി പറഞ്ഞു, ജോലി ചെയ്യുന്നത് ജ്ഞാനസമ്പാദനത്തിനൊരു തടസ്സമേയല്ല. ഞാൻ ചോദിച്ചു, അതായത് ഒരാൾ തന്റെ സാധാരണ ജീവിതവും ജോലിയും തുടർന്നുകൊണ്ട് ആത്മജ്ഞാനം നേടാമോ? മഹർഷി പറഞ്ഞു, അതെ, സാധ്യമാണ്. ജ്ഞാനസമ്പാദനത്തിൽ മുന്നേറുമ്പോൾ ഒരാൾക്ക് തോന്നുക ഞാനാണ് ചെയ്യുന്നത് എന്നല്ല. അവന്റെ ബോധം ക്രമേണ ചെറിയ ഞാൻ എന്നതിൽ നിന്നു മാറി അതിനപ്പുറമുള്ള സത്യത്തിൽ കേന്ദ്രീകരിക്കും. ഞാൻ വീണ്ടും ചോദിച്ചു, ജോലികളിൽ തിരക്കുള്ളവർക്ക് ധ്യാനിക്കാൻ സമയമെങ്ങനെ കിട്ടും?
മഹർഷി സമാധാനത്തോടെ മറുപടി പറഞ്ഞു, ധ്യാനത്തിന് സമയം വേർതിരിക്കേണ്ടി വരുന്നത് ആരംഭക്കാർക്കാണ്. മുന്നോട്ടു പോകുന്ന ഒരാൾക്ക് ജോലി ചെയ്യുമ്പോഴും ആ സമാധാനം അനുഭവിക്കാൻ കഴിയും. കൈകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കട്ടെ, മനസ്സ് ശാന്തതയിൽ തുടരാം. ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ യോഗമാർഗം പഠിപ്പിക്കുന്നില്ലേ? മഹർഷി പറഞ്ഞു, യോഗി മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ മാർഗത്തിൽ മനസ്സിനെ സ്നേഹത്തോടെ സ്വാഭാവികമായി അകത്തേക്ക് നയിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, നീ നിന്നോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാണ്? ഈ അന്വേഷണത്തിലൂടെ മനസ്സിനപ്പുറമുള്ള സത്യത്തെ നീ കണ്ടെത്തും. ആ സത്യം തിരിച്ചറിഞ്ഞാൽ മറ്റെല്ലാ പ്രശ്നങ്ങളും തീരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലിലൂടെ അരുണാചലമലയുടെ താഴ്വരകൾ മനോഹരമായി കാണപ്പെട്ടു. മഹർഷി വീണ്ടും സംസാരിച്ചു. മനുഷ്യൻ എല്ലായ്പ്പോഴും സന്തോഷം തേടുന്നു, ദുഃഖമില്ലാത്ത സന്തോഷം. എന്നാൽ അവൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയാമോ? സ്വയം തന്നെ. ഞാൻ ചോദിച്ചു, അതിനർത്ഥമെന്താണ്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ സന്തോഷം നേടാൻ പല വഴികളും പരീക്ഷിക്കുന്നു. സമ്പത്ത്, ആസ്വാദനം, മതം. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ അന്വേഷിക്കുന്നത് തന്റെ യഥാർത്ഥ സ്വഭാവമാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു. മഹർഷി വ്യക്തമാക്കി, മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം സന്തോഷമാണ്. ആ സന്തോഷം അവന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്തുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷം ലഭിക്കും. ഞാൻ ചോദിച്ചു, പക്ഷേ ലോകം ദുഃഖം നിറഞ്ഞതാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. കാരണം ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നില്ല. എല്ലാവരും അതിനെ തേടുകയാണ്, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. ഞാൻ ചോദിച്ചു, ദുഷ്ടരും തെറ്റുകൾ ചെയ്യുന്നവരും പോലും? അദ്ദേഹം പറഞ്ഞു, അവരും സന്തോഷം തേടിയാണ് തെറ്റുകൾ ചെയ്യുന്നത്. പക്ഷേ അവർ തെറ്റായ വഴികളിൽ അന്വേഷിക്കുന്നു. എല്ലാ പ്രവൃത്തികളും പിന്നീട് അവരിലേക്ക് തന്നെ തിരിച്ചെത്തും. ഞാൻ ചോദിച്ചു, അപ്പോൾ യഥാർത്ഥ സ്വയം തിരിച്ചറിഞ്ഞാൽ സ്ഥിരമായ സന്തോഷം ലഭിക്കുമോ? മഹർഷി ശാന്തമായി പുറത്തേക്ക് നോക്കി. മഹർഷി വീണ്ടും സംസാരിച്ചു. എന്റെ ചിന്തകളെ തകർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെത്തി. ഒരു മനുഷ്യൻ തന്റെ യഥാർത്ഥ സ്വയം അന്വേഷിക്കാൻ തുടങ്ങാത്തതുവരെ സംശയവും ആശയക്കുഴപ്പവും ജീവിതം മുഴുവൻ അവനെ പിന്തുടരും. വലിയ രാജാക്കളും നേതാക്കളും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ അറിയുന്നു. യഥാർത്ഥ ശക്തി ആരുടേതാണെന്നറിയാമോ? സ്വന്തം ഉള്ളിലേക്ക് കടന്ന് തന്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യന്റേതാണ്. അദ്ദേഹം തുടർന്നു, ചിലർ വലിയ ബുദ്ധിയുള്ളവരാണ്. അവർ ജീവിതം മുഴുവൻ പല കാര്യങ്ങളും പഠിക്കുന്നു. പക്ഷേ അവരോട് ചോദിച്ചാൽ, നീ നിന്നെ തന്നെ മനസ്സിലാക്കിയോ? അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. മറ്റെല്ലാം അറിയുന്നതിന് എന്തു പ്രയോജനം, നീ ആരാണെന്ന് തന്നെ അറിയാത്തപ്പോൾ? ഞാൻ പറഞ്ഞു, ഇത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ? സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ലെന്ന് തോന്നുന്നു. മഹർഷി ശാന്തമായി പറഞ്ഞു, അതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് തോന്നുന്നതുപോലെ വലിയതല്ല. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ സംശയത്തോടെ ചോദിച്ചു, പ്രവർത്തന ജീവിതത്തിൽ കഴിയുന്ന നമ്മൾക്ക് ഇത് സാധ്യമാകുമോ? മഹർഷി ഒരു ധൂപം തെളിച്ചു. പിന്നെ പറഞ്ഞു, സത്യം തിരിച്ചറിയുന്നത് ഇന്ത്യക്കാരനും പാശ്ചാത്യനും ഒരുപോലെയാണ്. ലോകജീവിതത്തിൽ മുഴുകിയവർക്ക് ഇത് കുറച്ചു പ്രയാസമായിരിക്കാം. എങ്കിലും അത് സാധ്യമാണ്. ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന മനോഭാവം അഭ്യാസത്തിലൂടെ ജീവിതത്തിലുടനീളം നിലനിർത്താം. അപ്പോൾ ജോലി ചെയ്യുമ്പോഴും അതേ ശാന്തത തുടരും. ധ്യാനവും പ്രവർത്തനവും വേറെയല്ലെന്ന് നീ മനസ്സിലാക്കും. അദ്ദേഹം തുടർന്നു, ഞാൻ ആരാണ് എന്ന് ചോദ്യം ആലോചിക്കുമ്പോൾ നീ ശരീരമല്ല, മനസ്സല്ല, ആഗ്രഹങ്ങളല്ല എന്ന് തിരിച്ചറിയും. ഈ അന്വേഷണമാണ് നിന്നെ നിന്റെ ഉള്ളിലെ സത്യത്തിലേക്ക് നയിക്കുന്നത്. അതൊരു ദിവസം സ്വയം വെളിപ്പെടും. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു അതിശയകരമായ ശാന്തതയുണ്ടായിരുന്നു. ആ വാക്കുകൾ വെറും തത്വചിന്തയല്ല, അനുഭവത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നി. ഞാൻ വീണ്ടും ചോദിച്ചു, ഈ സ്വയം എന്താണ്? മനുഷ്യനിൽ
രണ്ടു തരം സ്വയമുണ്ടോ? മഹർഷി പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് ഞാൻ ഉണ്ടാകില്ല. പക്ഷേ നീ നിന്നെ ശരിയായി അറിയാത്തതാണ് പ്രശ്നം. നീ ശരീരവും മനസ്സും തന്നെയാണെന്ന് കരുതുന്നു. അതിനാൽ ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിൽ പ്രവേശിക്കണം. അദ്ദേഹം തുടർന്നു, ഞാൻ എന്ന ചിന്തയാണ് എല്ലാ ചിന്തകളുടെയും തുടക്കം. ആ ചിന്തയെ പിന്തുടർന്ന് അതിന്റെ ഉറവിടത്തിലേക്ക് പോയാൽ അവിടെ അത് തന്നെ ഇല്ലാതാകും. ഞാൻ ആശങ്കപ്പെട്ടു ചോദിച്ചു, അപ്പോൾ മനുഷ്യൻ ഇല്ലാതാകുമോ? ബോധം നഷ്ടമാകുമോ? മഹർഷി പറഞ്ഞു, അല്ല, അപ്പോൾ യഥാർത്ഥ ബോധം ഉണരും. അത് അമരമാണ്. അതാണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം. ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ന ബോധമെന്താണ്? അദ്ദേഹം പറഞ്ഞു, അത് ശരീരവും മനസ്സുമാണ്. ശരീരത്തിനും മനസ്സിനും പിന്നിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു സാക്ഷിയുണ്ട്. യഥാർത്ഥ സ്വയം തിരിച്ചറിഞ്ഞാൽ അത് ദിവ്യവും അനന്തവുമായ ഒന്നാണ്. ചിലർ അതിനെ ആത്മാവെന്ന് വിളിക്കുന്നു, ചിലർ നിർവ്വാണമെന്ന് വിളിക്കുന്നു, ചിലർ മോക്ഷം എന്നൊക്കെ വിളിക്കുന്നു. പേരൊന്നും പ്രധാനമല്ല, അത് അനുഭവിക്കുകയാണ് പ്രധാനമായത്. അദ്ദേഹം അവസാനം പറഞ്ഞു, അത് അനുഭവിക്കുമ്പോൾ മനുഷ്യൻ ഒന്നും നഷ്ടപ്പെടുന്നില്ല. വാസ്തവത്തിൽ അവൻ സ്വയം തന്നെ കണ്ടെത്തുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ചിന്തിച്ചു. മഹർഷി അവസാനമായി പറഞ്ഞു, യഥാർത്ഥ സ്വയം തിരിച്ചറിയുക. അപ്പോൾ സത്യം നിന്റെ ഹൃദയത്തിൽ സൂര്യപ്രകാശം പോലെ തെളിയും. മനസ്സ് ശാന്തമാകും. സന്തോഷം സ്വാഭാവികമായി നിറയും. കാരണം യഥാർത്ഥ സ്വയം തന്നെയാണ് സന്തോഷം. ഈ അനുഭവം വന്നാൽ ഇനി സംശയങ്ങളൊന്നുമുണ്ടാകില്ല. അദ്ദേഹം വീണ്ടും നിശബ്ദനായി ദൂരത്തേക്ക് നോക്കിയിരുന്നു. അതോടെ അദ്ദേഹത്തിന്റെ സംഭാഷണം അവസാനിച്ചതായി എനിക്ക് മനസ്സിലായി. എനിക്ക് സന്തോഷമായി. എന്റെ യാത്ര അവസാനിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഈ അമൂല്യ വാക്കുകൾ ഞാൻ കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ട്. ഞാൻ മഹർഷിയുടെ അടുത്തുനിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കാടിനകത്തെ ഒരു ശാന്തമായ സ്ഥലത്ത് പോയി. അവിടെയിരുന്ന് എന്റെ കുറിപ്പുകളും പുസ്തകങ്ങളും വായിച്ചുകൊണ്ട് ദിവസം മുഴുവൻ ചെലവഴിച്ചു. സന്ധ്യാസമയം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഞാൻ വീണ്ടും ഹാളിലേക്ക് തിരിച്ചു. ഇനി ഏതാനും മണിക്കൂറിനകം ഒരു കാളവണ്ടി അല്ലെങ്കിൽ ചെറിയ കുതിരവണ്ടിയെത്തും എന്നെ ഈ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോകാൻ. ഹാളിൽ ധൂപത്തിന്റെ സുഗന്ധം നിറഞ്ഞിരുന്നു. രമണമഹർഷി ആദ്യമൽപ്പം വിശ്രമിച്ചിരുന്നുവെങ്കിലും ഞാൻ എത്തിയതോടെ അദ്ദേഹം നേരെയിരുന്നു. അദ്ദേഹം പതിവുപോലെ കാലുകൾ മടക്കിയിരുന്നു. ഒരു ലളിതമായ ധ്യാനാസനം. അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു വെള്ളക്കുടവും ഒരു ദണ്ഡവുമുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏക സ്വത്ത്. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. എത്ര ലളിതമായ ജീവിതം! മഹർഷി എന്നെ നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പതുക്കെ മാറ്റം സംഭവിച്ചു. അത് കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതുപോലെ. ശരീരം മുഴുവൻ നിശ്ചലമായി. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ആരോ പതുക്കെ എന്റെ ചെവിയിൽ പറഞ്ഞു, മഹർഷി സമാധിയിലാണ്, ഇനി സംസാരിക്കില്ല. ഹാളിൽ വീണ്ടും ആഴമുള്ള നിശ്ശബ്ദത നിറഞ്ഞു. എനിക്ക് മതവിശ്വാസം കുറവായിരുന്നെങ്കിലും ആ നിമിഷത്തിൽ ഒരതിശയകരമായ ഭക്തിഭാവം എന്റെ ഉള്ളിലുയർന്നു. ഒരദൃശ്യമായ ശക്തി മുഴുവൻ ഹാളിലും പരന്നതുപോലെ തോന്നി. അതിന്റെ കേന്ദ്രം മഹർഷി തന്നെ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതകരമായി പ്രകാശിച്ചു. എനിക്ക് തോന്നി, അദ്ദേഹം എന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. എന്റെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി അറിയുന്നുവെന്നൊരനുഭവം. ആദ്യം ഞാൻ അല്പം അസ്വസ്ഥനായി. പക്ഷെ പിന്നീട് ഒരു വിചിത്രമായ വിശ്വാസം വന്നു. ഈ അനുഭവം എനിക്ക് നല്ലതിനാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. എന്റെ മനസ്സിലെ ഭാരം കുറയാൻ തുടങ്ങി. സമയം നിൽക്കുന്ന പോലെ തോന്നി. കോപവും ദുഃഖവും ആഗ്രഹങ്ങളുമെല്ലാം അപ്രത്യക്ഷമാകുന്ന പോലെ. ഒരാഴമുള്ള സമാധാനം എന്റെ ഉള്ളിലേക്കൊഴുകി. മഹർഷിയുടെ നിഗൂഢമായ നോട്ടം എന്റെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും തുളച്ചു കയറുന്നു. അതിന്റെ മുന്നിൽ ഞാൻ നിസ്സഹായനാണ്. ആ നോട്ടം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഞാൻ അവ്യക്തമായി അസ്വസ്ഥനാകുന്നു. ഞാൻ മറന്നുപോയ ഒരു ഭൂതകാലത്തിന്റെ പേജുകൾ മഹർഷി മനസ്സിലാക്കിയിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാം അറിയാം, എനിക്കുറപ്പുണ്ട്. രക്ഷപ്പെടാൻ എനിക്ക് ശക്തിയില്ല.
രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹവുമില്ല. ആ നിമിഷത്തിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി. മനുഷ്യൻ എപ്പോഴും ഉയർന്നതിനെ തേടുന്നു, സന്തോഷത്തെ തേടുന്നു, ആശയെ പിടിച്ചു നിൽക്കുന്നു. ഇത് വെറുതെയല്ല. ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ നല്ലതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ആളുകൾ വർഷങ്ങളോളം മഹർഷിയുടെ അടുത്ത് കഴിയുന്നത്? വളരെ കുറച്ചു സംഭാഷണങ്ങളും കുറച്ചു സുഖസൗകര്യങ്ങളും മാത്രം. അവരെ ആകർഷിക്കാൻ ബാഹ്യപ്രവർത്തനങ്ങളുമില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായി. അവർ സംസാരിക്കാനോ സമ്പാദിക്കാനോ അല്ല ഇവിടെ വരുന്നത്. അവർ നേടുന്നത് മൗനത്തിലൂടെ ലഭിക്കുന്ന ആഴമുള്ള അനുഭവം. ഇതുവരെ ഹാളിലുള്ള എല്ലാവരും മരണതുല്യമായ ഒരു നിശ്ചലതയിലേക്ക് നിശബ്ദരായി. ഒടുവിൽ ഒരാൾ നിശബ്ദമായി എഴുന്നേറ്റ് അപ്രത്യക്ഷമാകുന്നു. മറ്റൊരാൾ അവനെ പിന്തുടരുന്നു. തുടർന്ന് മറ്റൊരാൾ. തുടർന്ന് ഓരോരുത്തരായി ഹാളിൽ നിന്നും പുറത്തുപോയി. ഇപ്പോൾ മഹർഷിക്കൊപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. മഹർഷിയുടെ കണ്ണുകൾ മാറാൻ തുടങ്ങുന്നു. അവ പിൻപോയിന്റിലേക്ക് ചുരുങ്ങുന്നു. പെട്ടെന്ന് എന്റെ ശരീരം അപ്രത്യക്ഷമാകുന്നതായി തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും ബഹിരാകാശത്താണ്. ഇതൊരു നിർണായക നിമിഷമാണ്. എന്റെ ഹൃദയമിടിക്കുന്നു. ഞാൻ അല്പം ഭയപ്പെട്ടു. പിന്നീട് മനസ്സിൽ തീരുമാനിച്ചു, ഇത് അവസാനിപ്പിക്കണം. എന്റെ ബോധശക്തികളെ ഞാൻ സ്വീകരിക്കുന്നു. ക്ലോക്കിലേക്ക് നോക്കുന്നു. നിശബ്ദമായി എഴുന്നേൽക്കുന്നു. പുറപ്പെടേണ്ട സമയമായി. മഹർഷിക്കു മുന്നിൽ ഞാൻ തലകുനിച്ചു. മഹർഷിയിൽ നിന്നും ഒരു വാക്കുപോലും പുറത്തുവന്നില്ല. ഞാൻ വിട പറയുന്നു. മുനി നിശബ്ദമായി ആംഗ്യം അംഗീകരിക്കുന്നു. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കുറച്ചു വാക്കുകൾ ഉച്ചരിക്കുന്നു. വീണ്ടും മഹർഷി നിശബ്ദമായി തലയാട്ടുന്നു. ഞാൻ അർദ്ധമനസ്സോടെ വാതിൽപ്പതിയിൽ നിൽക്കുന്നു. പുറത്ത് ഒരു മണി മുഴങ്ങുന്നത് ഞാൻ കേൾക്കുന്നു. കാളവണ്ടിയെത്തി. ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും കൈകൂപ്പി നമസ്കരിച്ചു. അങ്ങനെ ഞങ്ങൾ പിരിയുന്നു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.